ഈ വിഷയത്തിനകത്ത് നീ ഒരിക്കലും പുറത്തു വരത്തില്ലെന്നും ഇതിനകത്ത് നീ അകപ്പെട്ടു പോകുമെന്നും കണക്കുകൂട്ടിയവരുടെ നടുവിൽ അവരുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അത്ഭുതകരമായിട്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുന്നു. ദാനിയേൽ സിംഹക്കൂട്ടിനകത്തു നിന്ന് പുറത്തു വന്നതുപോലെ. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നിരിക്കുന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ. രാജാവ് ദീർഘായുസ്സിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഈ സിംഹത്തിൻ്റെ കൂട്ടിൽ രാത്രിയിൽ ദാനിയേൽ കിടക്കുമ്പോൾ അവനെ അതിനകത്തേക്ക് തള്ളിവിട്ടവരുടെ ആ അമിതമായ ആഹ്ലാദം നിങ്ങളൊന്ന് കണ്ടേ, അവരുടെ ആ സന്തോഷം നിങ്ങളൊന്ന് കണ്ടേ ദൈവമക്കളെ. ഹല്ലേലൂയ. എത്ര ഭയങ്കര സന്തോഷകരമായിട്ടല്ലേ, എത്ര ഭയങ്കരമായിട്ട് അവരായിരിക്കുന്നത് അല്ലേ. പക്ഷെ അതിൻ്റെ നടുവിൽ തൻ്റെ ദാസനെ ദൈവം പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മാത്രനേരത്തേക്കുള്ള അല്പനേരത്തേക്കുള്ള അവരുടെ സന്തോഷം, കുറച്ച് സമയത്തേക്കേ ഉള്ളായിരുന്നു അവരുടെ സന്തോഷം. ദൈവത്തിൻ്റെ കരുത്തിൻ്റെ വല്ലഭത്വം തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഈ ശബ്ദം നിങ്ങൾക്കുള്ള ദൂതാ കേട്ടോ. ആമേൻ, ഹാലെ. നീ ചില വിഷയത്തിനകത്ത് അകപ്പെട്ടു പോയി, ചിലതിനകത്ത് നീ കുടുങ്ങിപ്പോയി, ഇതിനകത്ത് നീ പുറത്തു വരുന്നെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ അമിതമായി ആഹ്ലാദിക്കുന്ന ചിലരുണ്ട് കേട്ടോ. പക്ഷേ നീ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് അവർ കാണാൻ പോവുക. ഈ ദൂതിനെ ആത്മാവിൽ സ്വീകരിച്ചോ. നീ പ്രാർത്ഥിക്കുന്ന ദൈവം, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവത്തിന് എത്രമാത്രം പവറുണ്ടെന്ന് അവർ കാണാൻ പോവുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഇന്ന് വരെ കാണാത്തൊരു ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക. ഇന്ന് വരെ കാണാത്തൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക. ചുമ്മാതുള്ളൊരു സന്ദേശമല്ല ഇത്. സിംഹങ്ങളുടെ വായ ദൈവം അടച്ചതുപോലെ ചിലതിനെ ദൈവം അടച്ചു നിന്നെ പുറത്തു കൊണ്ടും. ആരാ അവിടെ അത്ഭുതം ചെയ്തെന്ന് അവിടെ വായിക്കുന്നത്? ദൈവം, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച്. പറഞ്ഞേ, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആ വിഷയത്തിനകത്ത് വിടുതൽ തരും. നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയം ദൈവത്തോട് പറഞ്ഞോ. നിങ്ങളെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വിശന്ന് കിടക്കുന്ന ചില സിംഹങ്ങളുടെ ഉളിപ്പല്ലുകൾ നിന്റെ മേൽ ആഴ്ത്തി ഇറക്കാനായിട്ട് വ്യാമോഹിക്കുന്നതിൻ്റെ നടുവിൽ അതിനെ അടച്ചു കളയുന്ന ദൈവദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. വിശ്വസിക്കാമോ ഈ ദൂത്? ആത്മാവിൽ റിസീവ് ചെയ്യാമോ ഈ ദൂത്? അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ദിവസങ്ങളിൽ. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും ഈ ദിവസങ്ങളിൽ. കർത്താവ് അത് ചെയ്യുന്നത് കേട്ടോ. ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുന്നത്. കർത്തൃങ്ങൾ പിന്നെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തുന്നു. ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി, വിശ്വസ്തനായ ദാനിയേലിന് വേണ്ടി, ജീവിത വിശുദ്ധി കീപ്പ് ചെയ്യുന്ന ദാനിയേലിന് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചെങ്കിൽ ആ ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് പറയാൻ, ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് പറയാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും സാധാരണമായ മാറ്റങ്ങളും ചലനങ്ങളും എല്ലാം ഉണ്ടാകട്ടെ കർത്താവേ. അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി നടക്കട്ടെ. കൃപ കൂടെ ഇരിക്കണം, വഴി നടത്തി സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.